ഹലോ. അപ്പോൾ നമ്മളെ പണിയൊക്കെ കഴിഞ്ഞ് വീട്ടിലെ ജോലിയൊക്കെ കഴിഞ്ഞ് നമ്മൾ അങ്കണവാടിക്ക് പോവുകയാണ്. രാവിലെ എണീറ്റാൽ പിന്നെ നമുക്ക് വീട്ടിലെ ജോലി എന്ന് പറഞ്ഞാൽ അത് തീർത്തിട്ട് വേണം പിന്നെ നമുക്ക് അങ്കണവാടിക്ക് പോകണമെങ്കിൽ. അപ്പോൾ തോട്ടിൽ കണ്ടോ അത്ര വെള്ളമുള്ളൂ കേട്ടോ, വെള്ളം കുറഞ്ഞിക്കണ്. പിന്നെന്താ പറയുക, അപ്പോൾ നമ്മളെ നാടൻ കുക്കിങ്ങും പാചകവും ഒക്കെ ഒന്ന് കണ്ടോളി എല്ലാവരും. ഇന്ന് കുറച്ച് നേരത്തെയാണ് കേട്ടോ, എന്നും നേരം വഴുകലുണ്ട് കുറച്ച്. ഞാൻ നേരം വഴുക പറഞ്ഞാൽ ഞങ്ങൾക്ക് 9:30ക്കാണ് അങ്കണവാടിയിൽ തുറക്കേണ്ടത്. പക്ഷെ ഞാൻ 9 മണിൻ്റെ മുന്നേ ആയിട്ട് അങ്കണവാടിയിലെത്തണം. അതാണ് എനിക്ക് കാരണം. പിന്നെ എന്നാലേ നമുക്ക് അവിടെ ചെന്നിട്ട് ഇന്ന് ചെന്നിട്ടുള്ള എന്താ പറയുക ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ നടക്കുകയുള്ളൂ. നേരം വൈകിപ്പോയാൽ നമുക്കൊന്നും പറ്റൂല. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നേരത്തെ പോകുന്നത്. അപ്പം ഇന്ന് സാരിയൊക്കെ എടുത്തിട്ടാണ് കേട്ടോ പോകുന്നത്. ചില ദിവസങ്ങളിൽ സാരി എടുക്കുകയുള്ളൂ, ചില ദിവസങ്ങളിൽ മിക്കവാറും ചുരിദാർ തന്നെ ഔട്ട് എടുക്കുക. അപ്പോൾ ടാറ്റാ. അപ്പോൾ എല്ലാവരും നമ്മളെ വീഡിയോ കാണുക, ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു കുഞ്ഞ് ലൈക്ക് തരിക, അതുപോലെ നിങ്ങളെ കമൻറ്റൊക്കെ അറിയിക്കുക. ടാറ്റാ. അപ്പോൾ വീഡിയോ കാണട്ടെ എല്ലാവരും. അവിടെയൊക്കെ മഴ ഉണ്ടോ? അപ്പോൾ ഇവിടെ നല്ല മഴയല്ല, നല്ല മഴക്കാറുണ്ട് കേട്ടോ. മഴ പെയ്യും തോന്നുന്നുണ്ട്, നല്ല മഴക്കാറുണ്ട് കേട്ടോ. ഒന്ന് മൂടി നിൽക്കുകയാണ്, വെയിലിങ്ങോട്ട് അരിച്ച് വരുന്നില്ല, നല്ല മഴക്കാറാണ്. അപ്പോൾ എന്നാൽ എല്ലാവരും നമ്മളെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കേട്ടോ. ഹായ്. അപ്പോൾ എനിക്കിന്ന് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യാനുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ 4:30 മണിക്കാട്ടോ അടുപ്പിൽ വിറക് വെച്ച് തീ കൂട്ടുന്നത്. അപ്പോൾ വിറക് എടുത്ത് വെക്കാൻ മറന്നിരുന്നു. ഞാൻ പെട്ടെന്ന് പോയി, കുഞ്ഞാണിയൊക്കെ ടാപ്പിങ്ങിന് പോയതല്ലേ, പെട്ടെന്ന് ഹെഡ് ലൈറ്റൊക്കെ എടുത്ത് പോയി പുറത്ത് പോയി വിറക് പൊട്ടിച്ച് വെച്ചിരുന്നു. അത് വാരിക്കൊണ്ടുവരണ്ടേന്ന് വേഗം പോയി വാരിക്കൊണ്ടുവന്ന് വേഗം വാതിലടച്ചു കേട്ടോ. എന്നിട്ട് പിന്നെ എന്താ പറയുക, തീ പിടിപ്പിക്കുകയാണ്. അപ്പം എന്നെ 2 ആൾക്കാരെന്നെ പറ്റിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ ജീവിതത്തിലൊക്കെ നമുക്ക് ഒരുപാട് പരീക്ഷണങ്ങൾ ഒക്കെ വന്ന് പോയിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഇന്നെ ഒരാൾ എന്നോട് പറഞ്ഞിരുന്നു, കുറച്ച് പ്രായമായിട്ടുള്ള ആളാണ് കേട്ടോ. എന്നോട് പറഞ്ഞിരുന്നു, പിന്നെ ഞാൻ കുറച്ച് പൈസ തരണ്ട്, നിൻ്റെ വീടിൻ്റെ പണിയൊക്കെ എന്തായാലും നീ ഫുള്ളാക്കിക്കോന്ന് പറഞ്ഞിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് എത്രമാത്രം ഒരാളെ അങ്ങനെ വിശ്വസിക്കാമെന്ന്, നമുക്ക് 100% അങ്ങനെ വിശ്വസിച്ച് നമ്മൾ കടമൊക്കെ വാങ്ങിയിട്ട് നമ്മളെ വീടിൻ്റെ പണിയൊക്കെ തീർക്കുമ്പോൾ, അപ്പോൾ എനിക്ക് കുറച്ച് ഒരു മാസം കഴിഞ്ഞാൽ പൈസ എൻ്റെ കയ്യിൽ കിട്ടും, അപ്പോൾ ഞാൻ കൊണ്ടുവന്ന് തരണ്ടെന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ പടച്ചോൻ്റെ ഒരു കുതിരത്തോണ്ട് എനിക്ക് എന്ത് ചെയ്തു, അങ്ങനെ വായ്പ വാങ്ങിയിട്ട് പണിയെടുക്കാനൊന്നും തോന്നിയില്ല കേട്ടോ. പക്ഷെ എന്നാലും ഞാൻ കുറച്ച് ക്യാഷ് കടം വാങ്ങിയിട്ട് എന്ത് ചെയ്തെന്നറിയോ, നമ്മുടെ ടോയ്ലറ്റിനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്തു, ഒരു കുറഞ്ഞ സംഖ്യക്ക് കേട്ടോ. ഞാൻ എന്നിട്ട് കടയിൽ പറഞ്ഞു, പിന്നെ നിങ്ങൾക്ക് ഒരു 1.5 മാസം കൊണ്ട് ഞാൻ നിങ്ങൾക്ക് ക്യാഷ് തരട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ പിന്നെ അവിടുന്ന് സാധനങ്ങൾ വാങ്ങി പണി കഴിപ്പിച്ചത് കേട്ടോ. പണി കഴിപ്പിച്ചിട്ട് 1.5 മാസമല്ല, 2 മാസമല്ല, 3 മാസമല്ല, ഇപ്പം 4 മാസം കഴിയാൻ പോവുകയാണ്. ഇതുവരെ ആളെ ഒരു വിവരമല്ല. ഞാൻ പിന്നെ അയാളെ നമ്പറൊക്കെ എൻ്റെ കയ്യിലിട്ട് വിളിച്ച് ചോദിക്കാനും അന്വേഷിക്കാനൊന്നും ഞാൻ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മളോട് ആത്മാർത്ഥമായിട്ട് പറയുകയാണെങ്കിൽ എന്താണ്, അവർ തരില്ലേ. നമ്മൾ ഇടിപ്പിച്ചോ എന്തായാലും ഞാൻ പൈസ എന്തായാലും തരാമെന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അവരെ വിശ്വസിച്ച്, ഇപ്പോൾ ഞാനിപ്പോൾ ഒരുപാട് ക്യാഷിനൊക്കെ അങ്ങനെ പണി എടുപ്പിച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ തെണ്ടിപ്പോയി എന്നല്ലേ എനിക്കിപ്പോൾ തോന്നുന്നു. അൽഹംദുലില്ലാ, എനിക്ക് കുറച്ച് പൈസ അല്ലേ ഞാൻ വാങ്ങിയിട്ടുള്ളൂ, അത് എന്നെ കൊണ്ട് വീടിന് ഒരു ബാധ്യതയുള്ളൂ വിചാരിച്ച് ഞാൻ സമാധാനിച്ചു. അപ്പോഴേ ഇന്ന് ഞാൻ കുറച്ച് ബീഫുണ്ട് കേട്ടോ വെക്കാൻ. അപ്പോൾ കപ്പയുണ്ട്, റവ ഉപ്മാവൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ കറണ്ട് വന്നും പോയി ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ വീഡിയോ എടുക്കൽ നടക്കുമെന്ന് എനിക്ക് തോന്നണില്ല, കറണ്ട് വന്നും പോയി ഇങ്ങനെ നിന്നിട്ട് ഇടങ്ങേറാകണം കേട്ടോ. അപ്പോൾ എന്താ പറയുക, ബീഫ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ ഉലുവ പൊട്ടിക്കുകയാണ്. ഉലുവ പൊട്ടിച്ച് കഴിഞ്ഞപ്പോൾ കറണ്ട് പോയി, പിന്നെ എനിക്ക് വീഡിയോ എടുക്കാനൊന്നും പറ്റില്ല കേട്ടോ. അങ്ങനെ ബീഫ് ഏകദേശം വെന്ത് തുടങ്ങിയിരിക്കുന്നു കേട്ടോ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ, ബീഫ് വെന്ത്. അപ്പോൾ ഇനി ഇത്രയും ഇതിൻ്റെ റെസിപ്പി കാണിക്കാൻ പറ്റിയിട്ടുള്ളൂ കേട്ടോ. അപ്പം ഞാൻ കുക്കറിലാണ് കപ്പ പുഴുങ്ങാട്ടോ ചെയ്തത്. അപ്പോൾ അത് നല്ലോണം വെന്ത് പോയി. അപ്പം ഇനി ഇത് കൂട്ടാനാക്കാം കേട്ടോ.
കൂട്ടാനാക്കി കുത്തി ഉടക്കുക. കുക്കറിൽ തന്നെ ഇട്ടുകൊണ്ട് ഉരത്തി ഉടയ്ക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ ബീഫിൻ്റെ കറി ചാറ് വാർന്നുകൊണ്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെ ഒരാൾ നമ്മൾ ആന കൊടുത്താലും ആശ കൊടുക്കാൻ പാടില്ലല്ലേ, ഒരാളെ അങ്ങനെ പറ്റിക്കാൻ പാടില്ല. നിങ്ങൾക്ക് ഞാൻ എന്തായാലും പൈസ തരാം വീട് പണി. അപ്പോൾ നമ്മൾ എന്നും നമുക്ക് മനസ്സിൽ അതൊരു ഓർമ്മയാവില്ലേ, എന്നെ പറഞ്ഞ് പറ്റിച്ചല്ലോ എന്നൊക്കെ ഉള്ള ഒരു ഓർമ്മ ഉണ്ടല്ലേ. പിന്നെ ഒരാളിനെ പറ്റിച്ചതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, പിന്നെ ഒരു ദിവസം ഒരു ഫോൺ കോൾ ഇങ്ങനെ വരുന്നിട്ട് കേട്ടോ, ബിസ്മി വ്ളോഗല്ലേ എന്ന് ചോദിച്ചു. ആന്ന് പറഞ്ഞു. പിന്നെ അപ്പം നിങ്ങൾ ഏത് ഫോണാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചാൽ, ഞാൻ പറഞ്ഞു ഞാനിങ്ങനെ പഴയ സെറ്റാണ്, എനിക്ക് ഫോണൊന്നുമില്ല, ഞാൻ കുഞ്ഞാനാക്കാൻ്റെ ഫോണിലാണ് ഞാൻ വീഡിയോ എടുക്കണതൊക്കെ, അപ്പോൾ എനിക്ക് സ്വന്തമായിട്ട് ഫോണൊന്നുമില്ല, ഫോണൊക്കെ ഇനി വാങ്ങണം. അപ്പോൾ ഇതിലിപ്പോൾ ഒരു വാട്സപ്പ് യൂട്യൂബൊക്കെ യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ ക്യാമറ ഇല്ല എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു 2 ആഴ്ച കൊണ്ട് ഞാൻ നിങ്ങൾക്ക് നല്ലൊരു അടിപൊളി ഫോൺ വാങ്ങി തരാറുണ്ട്, അതിൽ നിങ്ങൾ എവിടുന്ന എന്താണെന്നൊക്കെ ചോദിച്ചപ്പോൾ എന്നോട് സ്ഥലവും പേരൊക്കെ പറഞ്ഞു. അപ്പോൾ എനിക്കിങ്ങനെ മൊബൈൽ ഷോപ്പാണ്, അപ്പോൾ ഇവിടെ സെക്കൻഡ് ഹാൻഡ് നല്ല ഫോൺ കിട്ടുമ്പോൾ ഞങ്ങൾക്ക് തരാം, പൊടി പുത്തനായിട്ട് തന്നെ തോന്നും, നല്ല ക്ലാരിറ്റി ക്യാമറക്കൊക്കെ നല്ല ക്ലാരിറ്റി ഉള്ള ഫോണ് ആണ് ഞങ്ങൾക്ക് തരാമെന്നൊക്കെ പറഞ്ഞു. അതിന് ഞാൻ അപ്പം തന്നെ അദ്ദേഹത്തിനോട് പറഞ്ഞു, ആന കൊടുത്താലും ആശ കൊടുക്കാൻ പാടില്ല കേട്ടോ പറഞ്ഞു. അല്ല ഞാൻ എന്തായാലും ഞാൻ നിങ്ങൾക്ക് കൊണ്ടുവന്ന് തരാമെന്നൊക്കെ പറഞ്ഞിട്ടോ. അപ്പോൾ അങ്ങനെ അയാൾ എന്നെ പറ്റിച്ചു. അപ്പോൾ കണ്ടോ നമ്മളെ കപ്പ നല്ലോണം വെന്ത് ഒരതി ഉടച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ വ്യക്തികളൊക്കെ എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ആലോചിക്കുക, ഇങ്ങനെ ആരും എന്തിനാണ് ഈ പാവങ്ങളെ പറഞ്ഞ് പറ്റിക്കുന്നത് അല്ലേ. പക്ഷെ നമ്മളായിട്ട് ചോദിച്ചതൊന്നും അല്ല കേട്ടോ. അപ്പോൾ അത് നമ്മൾ വീട്ടിലുണ്ടായ പയറാണ് കേട്ടോ, വീട്ടിലുണ്ടായ മുളകാണ് പച്ചമുളകൊക്കെ കീറിയിട്ടങ്ങാണ്ട്. അപ്പോൾ അതിന് കുക്കറിൽ പിന്നെ 2 മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ, മുട്ട പുഴുങ്ങാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതാണ് ഈ പയർ ഉപ്പേരി ഒഴിക്കുന്നത്, ഒരു പച്ച വെളിച്ചെണ്ണ ഒഴിക്കുന്നത്, ഒരു സാധാരണ നാടൻ രീതിയിലുള്ള ഉപ്പേരി കേട്ടോ. അപ്പോൾ നാടൻ രീതിയിലുള്ള ഉപ്പേരി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ നമുക്കൊരു ഉള്ളി ചമ്മന്തി അരക്കണം, ചെറിയ ഉള്ളിയും പച്ചമുളകും ഉപ്പൊക്കെ ഇട്ടിട്ട് ഒരു ചമ്മന്തി അരക്കണം, കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചാൽ അത് നല്ല ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ പിന്നെ ഒരു ദിവസം വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ നാളെ അതിൽ വരുന്നുണ്ട് കേട്ടോ, ഞാൻ അങ്കണവാടിയിലേക്ക് ഫോൺ കൊണ്ടുവന്ന് തരാം, പിന്നെ നാളെ അതിൽ വരുന്നുണ്ട്, സ്ഥലമൊക്കെ പറഞ്ഞു കൊടുത്തു കറക്റ്റാക്കിയിട്ട്. പിന്നെ ഒരുപാട് ദിവസങ്ങൾ അംഗനവാടിയിൽ കഴിഞ്ഞ് പോയി, ആളൊരു വിവരമല്ല. അപ്പോൾ അയാൾ വിളിച്ച നമ്പറും എൻ്റെ കയ്യിലുണ്ട് കേട്ടോ. 2 പേരെന്നെ പറ്റിച്ചു, 2 പേരുടെ നമ്പറും എൻ്റെ കയ്യിലുണ്ട്. പിന്നെ ഞാനത് വിളിച്ചിട്ട് നിങ്ങൾ എന്നെ പറഞ്ഞു പറ്റിച്ചൂലേ, നിങ്ങൾ അങ്ങനെയൊന്നും ഞാൻ പറയൂല, കാരണം അവരായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു, അവരായിട്ട് തരാമെന്ന് പറഞ്ഞു, അവർ 2 പേരും പറ്റിച്ചു. അപ്പോൾ നമ്മളെയൊക്കെ ഇങ്ങനെ ഈ വീട്ടമ്മമാരെയൊക്കെ പറഞ്ഞ് പറ്റിക്കാൻ എളുപ്പമാണ്. അപ്പോൾ കൊണ്ടുവന്ന് തരാം, അങ്ങനെ ഇങ്ങനെ തരാമെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിനോട്ടൊന്നും വേണ്ടാന്ന് പറഞ്ഞില്ല, തരികയാണെങ്കിൽ തരട്ടെ അല്ലേ. നമ്മളിപ്പോൾ എന്തിനാ എല്ലാവരും വെറുപ്പിക്കണം, നമ്മളെയൊക്കെ ഇഷ്ടപ്പെട്ട് നമ്മളെ കൂടെയൊക്കെ സ്നേഹം ഉണ്ടായിട്ട് തരികയാണല്ലോ എന്ന് വിചാരിച്ചില്ലേ. അപ്പോൾ ഞാൻ അതൊക്കെയാണ് നിങ്ങളോട് ഷെയർ ചെയ്യണത് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഒരു കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് എൻ്റെ വീടിൻ്റെ കുറച്ച് ഭാഗങ്ങൾ ഞാൻ പണി കഴിപ്പിക്കുന്നു, അതിനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിയിരുന്നു കേട്ടോ. അപ്പോൾ എനിക്കത് ഭയങ്കര അബദ്ധമായി. അപ്പോൾ കടക്കാരൊക്കെ എന്നോട് ഇങ്ങനെ പൈസ എന്താ തരാത്തത് ഇങ്ങനെ ചോദിക്കണം. അപ്പോൾ അവരോട് പറയാൻ പറ്റുമോ എനിക്ക് ഇങ്ങനെ ഒരാളിനെ പറ്റിച്ചതാണ് തരാമെന്ന് പറഞ്ഞതെന്ന് പറയാൻ പറ്റുമോ? ഒരിക്കലും പറയാൻ പറ്റില്ലല്ലോ. ഒരു 1.5 മാസം കൊണ്ട് 2 മാസം കൊണ്ട് നിങ്ങൾക്ക് ക്യാഷ് തരാമെന്ന് പറഞ്ഞാൽ 2 മാസം 4 മാസം കഴിഞ്ഞിട്ട് ക്യാഷ് കിട്ടിയില്ലെങ്കിൽ അവരവരുടെ ക്യാഷ് ചോദിക്കുമല്ലോ അല്ലേ. പിന്നെ ഞാൻ അവരോട് സത്യം അവിടെ കടയിൽ പോയിട്ട് തുറന്ന് പറഞ്ഞിട്ടോ, എനിക്കിങ്ങനെ ഒരാൾ തരാമെന്ന് പറഞ്ഞിരുന്നു, നിങ്ങളെ പണി കഴിപ്പിച്ചോളി, പൈസ 2 മാസം കൊണ്ട് എനിക്ക് കിട്ടും, അപ്പോൾ തരാമെന്ന് പറഞ്ഞ് എന്നെ പറ്റിച്ചതെന്ന് പറഞ്ഞപ്പോൾ അവർക്ക് എന്നോട് ഭയങ്കര ഒരു സഹതാപം തോന്നി. അപ്പോൾ ഉപ്പേരി വന്നിട്ട് ചോറ് ഊറ്റിയാണ് കേട്ടോ അടുപ്പത്ത്. അപ്പോൾ ഞാൻ ഗ്യാസുമ്പോൾ ഉപ്പേരി വെക്കണം എന്താണെന്നറിയാം, നമ്മളിവിടെ കുഞ്ഞ് സ്വർഗത്തിൻ്റെ ഉള്ളിൽ ഒരു കുഞ്ഞടുപ്പ് മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നമ്മളെ അടുപ്പത്ത് ചോറിനാണെങ്കിൽ ബോധന അരിയാണ്, അതങ്ങോട്ട് വേണമെങ്കിൽ 2.5 മണിക്കൂർ 3 മണിക്കൂർ വേണം. പിന്നെ അംഗൻവാടിക്ക് പോകാൻ നേരെ വഴുകുമല്ലോ, അതുകൊണ്ടാണ്. അപ്പോൾ കുറച്ച് ഉപ്പുമാവും കൂടെ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഈ ഉപ്പുമാവ് 2 ആൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇപ്പോൾ കുഞ്ഞാൻ്റെ കൂട്ടുകാർക്ക് അവിടെ പനി ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അവർ ചായക്ക് കടി ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ബീഫ് കറി ഉപ്പുമാവും കൊടുക്കുക 10 മണിക്ക് വിചാരിച്ചു. അല്ലാതെ എനിക്ക് വേറൊന്നും ഉണ്ടാക്കാനുള്ള ടൈമും ഇല്ല, കഞ്ഞി അവർക്ക് വേണ്ടാന്നും പറഞ്ഞു. അപ്പോൾ അതിനാണ് ഇപ്പോൾ ഈ ഉപ്പുമാവ് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം ഉണക്കമുളകില്ല, അതിൻ്റെ സ്ഥാനത്ത് ഒരു പച്ചമുളക് കീറിയിട്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഉപ്പുമാവ് കുറച്ച് തേനിയും കുറച്ച് റവയും വെച്ചിട്ടാണ് കേട്ടോ ഉപ്പുമാവ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ കൂട്ടുകാരെ
പിന്നെ പേരും പറ്റിച്ചു എന്നും പറയാൻ പറ്റില്ല. കാരണം തരാമെന്ന് പറഞ്ഞു, നമ്മളത് വിശ്വസിച്ചു കടയിൽ നിന്ന് കുറച്ച് സാധനങ്ങൾ വാങ്ങി. ഇപ്പോൾ അൽഹംദുലില്ലാ ഞാനിതിങ്ങനെ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന പൈസ ഇങ്ങനെ കുറച്ച് കുറച്ച് കൊടുത്ത് ഞാനത് വീട്ടിൽ കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കടക്കാർ പറഞ്ഞു നിങ്ങളിങ്ങനെ തരുമ്പോൾ അങ്ങനെ തന്നാൽ മതി കേട്ടോ, നമുക്ക് കുഴപ്പമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് എൻ്റെ ടെൻഷനൊക്കെ മാറിയിട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് 2 ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാറുണ്ട്. അപ്പോൾ റവ മാവിൽ നമ്മൾ നെയ്യ് വെളിച്ചെണ്ണ ഉള്ളിയൊക്കെ മൂപ്പിച്ചിട്ട് 2 ടീസ്പൂൺ നെയ്യൊക്കെ ഒഴിച്ച് കൊടുക്കുമ്പോൾ നമ്മൾ ഉപ്പുമാവ് നല്ലൊരു ടേസ്റ്റ് ആവും കേട്ടോ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മൾ ഉണ്ടാക്കി കൊടുക്കുമ്പോൾ ഫുഡ് ടേസ്റ്റ് ഇല്ലാന്ന് പറയരുതല്ലോ. പിന്നെ നിങ്ങൾക്ക് ബീഫ് കറിയൊക്കെ വെച്ച് കഴിക്കുകയാണെങ്കിൽ നല്ലൊരു അടിപൊളി ടേസ്റ്റ് ആവും. ഇനി സേമിയ ഇട്ടിട്ട് നല്ലോണം ഒരു 5 മിനിറ്റ് വെന്തതിന് ശേഷം നമ്മൾ റവ ഇടുള്ളൂ കേട്ടോ. അപ്പോൾ എന്താ പറയുക, ഫോണ് തരാറിന് പറ്റിച്ചു. അപ്പോൾ എനിക്കിപ്പോൾ ഫോണിൻ്റെ ആവശ്യമൊന്നുമില്ല, കാരണം കുഞ്ഞാണിയാക്കാൻ്റെ ഫോണിൽ ഞാൻ വീഡിയോ എടുക്കും. പിന്നെ എനിക്ക് വാട്സപ്പ് ഉപയോഗിക്കാൻ ഒരു സാധാ ഫോണുണ്ട്, അതിന് ക്യാമറ ഇല്ലാന്നേ ഉള്ളൂ. അപ്പോൾ ഇൻഷാ അല്ലാ പഠിച്ചാൽ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് ഫോണും അതുപോലെ നമ്മുടെ വീട് പണിയൊക്കെ പെട്ടെന്ന് തീരും, റാഹത്താവും. അതിന് നമുക്ക് ബേജാറില്ല. അപ്പം ഞാൻ ഈ ഒരു വ്ളോഗിൽ എനിക്കുണ്ടായ ഒരു അനുഭവം നിങ്ങളോടൊക്കെ ഒന്ന് ഷെയർ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, വേറൊരു കുഴപ്പമില്ല. പറ്റിക്കുന്ന ആൾക്കാരെന്ത് ചെയ്യും, എല്ലാവരും വിളിച്ച് പറ്റിക്കുന്ന ആൾക്കാരായിരിക്കും അവർ, അല്ലെങ്കിൽ ആ പറ്റിക്കൽസിൽ പെട്ട ആൾക്കാരായിരിക്കും. അല്ലെങ്കിൽ ഇപ്പോൾ അങ്ങനെ പറഞ്ഞ ഒരാളെ വെറുതെ പറഞ്ഞ് പറ്റിക്കൂലല്ലോ. അവർക്ക് അതിൻ്റെ ആവശ്യം എന്താ, നമ്മളെ വീട് പണി എടുക്കുമ്പോൾ എടുത്തോട്ടെ, ഇങ്ങോട്ട് നമ്മളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞ് നമ്മളായിട്ട് അങ്ങോട്ട് ചോദിച്ചതല്ല, നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞു കണ്ടോ. നമ്മളെ റവ്മാവ് സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. നമ്മളോട് ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ട് നമ്മളെ പറഞ്ഞ് പറ്റിക്കന്നെയാണ് അവർ ചെയ്തത്. അപ്പോൾ അങ്ങനെയുള്ള സ്വഭാവങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി വെക്കുക. ആന കൊടുത്താലും ആശ കൊടുക്കാൻ പാടില്ല കേട്ടോ കൂട്ടുകാരെ. അപ്പോൾ അംഗനവാടിക്ക് പോകാൻ വേണ്ടിയിട്ട് സമയമായിട്ടുണ്ട്. ഞാൻ പെട്ടെന്ന് പോവുകയാണ്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അടുത്ത വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും